ശ്രീജിത്ത്, കോവിഡ് കാലത്തെ സ്പ്രിംഗ്ലർ വിവാദം അത് ഓർമ്മയുണ്ടല്ലോ. സ്പ്രിംഗ്ലറിൽ ശ്രീജിത്തും കുറെ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നു ആ ഒരു സമയത്ത്. അന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഈ മഹാമാരിയെ ചെറുക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള നിരവധി ഇടപെടലുകളിൽ ഒന്ന് മാത്രമായിരുന്നു ഈ സ്പ്രിംഗ്ലർ കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറെന്നായിരുന്നു. അതേതാണ്ട് 1.8 ലക്ഷം പേരുടെ വിവരങ്ങളാണ് ആ സ്പ്രിംഗ്ലർ അമേരിക്കക്ക് കൈമാറിയത്. അത് വലിയ പ്രശ്നമായി ഹൈക്കോടതിയിൽ വരെ പോയി. ഇപ്പോൾ അതുപോലെ ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് ആരോഗ്യരംഗത്ത് വലിയ വിവാദം ഉണ്ടാക്കിയ ഒരു സ്പ്രിംഗ്ലറിന് സമാനമായ മറ്റൊരു വിവരം പുറത്തു വരുന്നത്. സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കേരളത്തിലെ സർവകലാശാലകൾ ഏതാണ്ട് 10 ലക്ഷത്തോളം വരുന്ന അവരുടെ വിദ്യാർത്ഥികളുടെ കണക്ക് ഡേറ്റ ഒരു MKCL എന്ന കമ്പനിക്ക് കൈമാറുന്നു. അത് മഹാരാഷ്ട്രയിലെ യൂണിവേഴ്സിറ്റികളൊക്കെ കരിമ്പട്ടികയിൽ പെടുത്തിയ ഒരു കമ്പനിയാണ് MKCL എന്നുള്ളതാണ്. താങ്കളുടെ IT വിദഗ്ധൻ കൂടിയാണല്ലോ. എന്താണ് ഇതിൽ നോക്കിക്കാണുന്നത്? ഇതും മറ്റൊരു വലിയ തട്ടിപ്പോ അഴിമതിയോ ഒക്കെയാണോ? നമ്മുടെ ഈ ഡേറ്റ എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്? നമ്മുടെ സ്വകാര്യത ലംഘിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ വിവരങ്ങൾ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കും എന്നൊക്കെയുള്ള ആശങ്കകൾ പൊതുവിലുണ്ടല്ലോ. ഇതിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ലക്ഷ്മി, ഡേറ്റ ഷെയർ ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് കുറേയധികം പ്രോട്ടോക്കോളുകളുണ്ട്. അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക, അതിൻ്റെ പ്രൈവസി എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യക്ഷമമായിട്ട് ഏതൊരു ഓർഗനൈസേഷനും പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപക്ഷെ പറയേണ്ടത്, വിദ്യാർത്ഥികളുടെ ഡേറ്റ ഒരു സർവകലാശാല സൂക്ഷിക്കുക എന്ന് പറയുന്നത് ആദ്യമായിട്ടുള്ള കാര്യമല്ല. പണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം തന്നെ പേപ്പറിലായിരുന്നു. നമ്മളുടെ ആപ്ലിക്കേഷൻ മുതൽ, അവിടത്തേക്ക് അപേക്ഷയ്ക്ക് വേണ്ടുന്ന ഒരു ആപ്ലിക്കേഷൻ മുതൽ പിന്നീട് ഇങ്ങോട്ട് നമ്മുടെ റിസൾട്ട് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ഫിസിക്കലായിട്ടുള്ള കോപ്പികളാണ് നേരത്തെ സർവകലാശാലകളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നത് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും ഇത് അത്ര കാര്യക്ഷമമായിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് ഡിജിറ്റൽ ആക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. പക്ഷേ അത് ആരാണ് ചെയ്യുന്നത്, ആരാണത് ഹാൻഡിൽ ചെയ്യുന്നത്, അതിൻ്റെ സെക്യൂരിറ്റി ആസ്പെക്ട്സ് എന്താണ്, എങ്ങനെയാണ് അതിലൊരു ആൾക്കാർക്ക് അവരുടെ ഒരു വിശ്വാസ്യത വരുത്തുന്നതിന് വേണ്ടി ഇതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അത് ഗ്യാരണ്ടി ചെയ്യുന്നത് എങ്ങനെ, തുടങ്ങിയ കുറേയധികം ആസ്പെക്ട്സ് ഉണ്ട്. പക്ഷേ അത്ര കാര്യ ഗൗരവത്തോടു കൂടി സംസ്ഥാന സർക്കാർ ഈ ഒരു വിഷയത്തിനെ സമീപിച്ചിട്ടുണ്ടോ എന്നുള്ളത് വലിയ പ്രശ്നമാണ്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന MKCL എന്ന് പറയുന്ന കമ്പനി അവരൊരു IT സ്ഥാപനം കൂടിയാണ്. അവർ നാഗ്പൂർ സർവകലാശാലയിൽ ഇവർ പ്രവർത്തിക്കുന്ന സമയത്ത് വലിയ വിവാദങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വിവാദങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവരെ ഒരു ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. അതിൽ തന്നെ ഇവർ ഈ മാർക്ക് ലിസ്റ്റുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുകളുണ്ടായിരുന്നു. അപ്പോൾ ആ ക്രമക്കേടുകൾ മാത്രമല്ല, അതുമൂലം ഈ വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ടുന്ന അവരുടെ ഓരോ ടേം റിസൾട്ടുകളൊക്കെ തന്നെ ഏതാണ്ട് അരവർഷത്തോളം വൈകിയിട്ടുണ്ട്. നമുക്കറിയാം ഇന്ന് പലതും സെമസ്റ്റർ സിസ്റ്റത്തിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 5 മാസം 6 മാസത്തോളം ഒക്കെ തന്നെ റിസൾട്ട് വൈകുക എന്ന് പറയുന്നത് അവരുടെ പ്രിപ്പറേഷനെ തന്നെ കാര്യമായിട്ട് ബാധിക്കുന്നതാണ്. റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് പോലും 5-6 മാസത്തെ താമസം വരിക എന്ന് പറയുമ്പോൾ ഈ സെമസ്റ്റർ സംവിധാനത്തിനെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് തന്നെയുമല്ല, അന്ന് അവിടെ ഈ നാഗ്പൂർ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് സെനറ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് പോലും വലിയ ആരോപണം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ടെൻഡറിൻ്റെ കണ്ടീഷൻസ് എല്ലാം തന്നെ നിലവിലുണ്ടായിരുന്നതിനെ ഓൾട്ടർ ചെയ്തിട്ട് ഈ കമ്പനിയെ മാത്രം സെലക്ട് ചെയ്യുന്ന രീതിയിലത്തേക്ക് ടെൻഡറിങ് പ്രോസസ്സ് നടത്തി എന്ന രീതിയിലത്തേക്കുള്ള ആരോപണം ഉണ്ടായിരുന്നു. കാരണം പതിവായിട്ടുണ്ടായിരുന്ന ടെൻഡറിങ് പ്രോസസ്സിന് വിരുദ്ധമായിട്ട് കുറേയധികം കണ്ടീഷൻസ് കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ അതായത് ഇതൊരു സോഫ്റ്റ്വെയർ കമ്പനി തന്നെ ആയിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ 3 വർഷ കാലയളവിൽ 100 കോടിയിലധികം ട്രാൻസാക്ഷൻസ് അവർ ഹാൻഡിൽ ചെയ്തിരിക്കണം, തുടങ്ങി കുറേയധികം കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കൺവെൻഷനലായിട്ട് ആരെയൊക്കെയാണോ ഒരു സർവകലാശാല ഇത്തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പരിഗണിക്കുക, അവരെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇവർക്കൊരു അപ്പർ ഹാൻഡ് കിട്ടുന്ന രീതിയിലത്തേക്ക് അവിടെ പ്രവർത്തിച്ചു എന്ന രീതിയിലത്തേക്ക് സെനറ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ആരോപണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കേരള സർവകലാശാലയിൽ നിന്നാണ് ഈ ആരോപണം വരുന്നത് എങ്കിലും തൊട്ടു മുമ്പ് നമ്മളിത് കേട്ടത് കണ്ണൂർ സർവകലാശാലയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ASAP എന്ന് പറയുന്ന പ്രോഗ്രാമുണ്ട്. ഈ ASAPും MKCLും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ഏതാണ്ട് 100 രൂപ എന്ന കണക്കിലാണ് ഇതിൻ്റെ ഫീസ് ഈടാക്കുന്നത് എന്നും ASAP നോക്കുകൂലിയാണ് വാങ്ങുന്നത് എന്നും ഒക്കെ പറഞ്ഞിട്ട് അന്ന് വലിയ ആരോപണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെങ്ങനെയാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്? കാരണം പല സർവകലാശാലകളിൽ, ഒന്നിലധികം സർവകലാശാലകളിൽ ഇവരിങ്ങനെ ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മോശമായിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് കേരള സർവകലാശാലയും കണ്ണൂർ സർവകലാശാലയ്ക്ക് പിന്നാലെ ഇതിലേക്ക് പോകുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇവിടെയും ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഈ ആരോപണം, ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഉൾപ്പെടെയുള്ള ആൾക്കാർ പല പല ആരോപണങ്ങൾ പറയുന്നുണ്ട്. അതിന് നമ്മൾ നോക്കുമ്പം പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ടെൻഡറിങ് പ്രോസസ്സാണ്. ഇതിൻ്റെ ടെൻഡറിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള
പ്രൈവറ്റ് എൻറ്റിറ്റികളും അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് തന്നെ സ്റ്റേക്കുള്ള സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഇതിൽ വന്നിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് IIT മദ്രാസ് ഇതിൽ വന്നിരുന്നു, TCS വന്നിരുന്നു. പക്ഷേ ഇവരെ ഒന്നും തന്നെ പരിഗണിക്കാതെ ടെൻഡറിംഗ് പ്രോസസ്സിൽ പങ്കെടുക്കാത്ത MKCL അവസാനം ഈ കോൺട്രാക്റ്റ് അവാർഡ് ചെയ്യുന്ന രീതിയിലത്തേക്ക് കാര്യങ്ങൾ വന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നാമത് നമ്മൾ ചോദിക്കേണ്ടുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് MKCL എന്ന പേരിലുള്ള ഒരു മോശം ട്രാക്ക് റെക്കോർഡുള്ള ഒന്നിലധികം സർവകലാശാലകൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനത്തിനെ തന്നെ ഇത് ഏൽപ്പിക്കാനായിട്ട് സംസ്ഥാനം തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? സംസ്ഥാനം എന്ന് ഞാൻ പറയുന്നത് യൂണിവേഴ്സിറ്റി മൊത്തത്തിലെടുത്തിരിക്കുന്ന ഒരു തീരുമാനം എങ്ങനെയാണ് അടിച്ചേൽപ്പിക്കപ്പെട്ടത് എന്ന രീതിയിലത്തേക്കുള്ള വാർത്തകൾ പോലും പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ നൽകിയത് എന്ന നിലയ്ക്കുള്ള വാർത്തകളൊക്കെ തന്നെ വന്നിരുന്നു. അപ്പോൾ എന്ത് സ്പെഷ്യൽ ഇൻട്രസ്റ്റിൻ്റെ പുറത്താണ് ഇവർ ഈ ടെൻഡറിംഗ് പ്രോസസ്സ് ഇല്ലാതെ തന്നെ ഇതിലേക്ക് എങ്ങനെ കടന്നു വന്നു എന്നൊരു പ്രശ്നമുണ്ട്. പിന്നെ ടെൻഡറിംഗ് പ്രോസസ്സിൽ ഇവർ പങ്കെടുത്തിട്ടില്ല എങ്കിൽ അവരെങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അറിയുക? അപ്പോൾ ആരെങ്കിലും പറഞ്ഞറിഞ്ഞിട്ട് ഞങ്ങളൊരു പ്രപ്പോസൽ കൊടുത്തു എന്ന് പറയാൻ പറ്റില്ല. വളരെ കൃത്യമായിട്ട് ടെൻഡറിംഗ് പ്രോസസ്സിൽ വരണം. പിന്നെ ഈ ടെൻഡറിംഗ് പ്രോസസ്സിൽ ഇല്ലാത്ത ഒരാളിൻ്റെ ഒരു പ്രപ്പോസൽ എങ്ങനെയാണ് അപ്രൂവ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അത് നോക്കാനുള്ള ഒരു സാഹചര്യം? കാരണം അവർ ആ പ്രോസസ്സിൽ പങ്കെടുക്കുന്നവരല്ല. അപ്പോൾ അത് അപ്രൂവ് ചെയ്യുന്നു. ഇനി എന്തുകൊണ്ട് അവർ ടെൻഡറിംഗ് പ്രോസസ്സിൽ പങ്കെടുത്തില്ല എന്നൊരു സംഭവം ഉണ്ടല്ലോ. കാരണം ഇത് മറ്റുള്ള കമ്പനികൾ അറിയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ IIT മദ്രാസ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കുന്ന ഒരു വലിയ സ്ഥാപനം, TCS പോലെയുള്ള ഒരു കമ്പനി ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു ഘട്ടത്തിൽ MKCL ഭാഗത്ത് നിന്ന് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകാതിരുന്നത്? ഇനി ടെൻഡറിന് പുറമെ, അതായത് ടെൻഡറിംഗ് പ്രോസസ്സിലേക്ക് അപ്ലൈ ചെയ്ത് വന്നിരിക്കുന്ന ആൾക്കാർക്ക് പുറമെ ടെൻഡറിൽ ഇല്ലാത്ത ഒരു കമ്പനിയിലേക്കാണ് പോയിട്ടുള്ളത് എങ്കിൽ ടെൻഡറിങ്ങിന് പങ്കെടുത്തിരിക്കുന്ന കമ്പനികളുടെ അയോഗ്യത എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. ടെക്നിക്കലി എന്തെങ്കിലും ചാലഞ്ച്ഡ് ആണ് IIT മദ്രാസ് എന്നും അല്ലെങ്കിൽ TCS എന്നും നമുക്ക് കരുതാൻ പോലും കഴിയുകയില്ല. ഇതിനേക്കാൾ വളരെ ബൃഹത്തായിട്ടുള്ള, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന ഓർഗനൈസേഷൻസാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ന്യൂനത എന്തായിരുന്നു, എന്ത് പേരിലാണ് അവർ തിരസ്കരിക്കപ്പെട്ടത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഈ ഡേറ്റ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സ്പ്രിംഗ്ലർ സമയത്ത് പോലും നമ്മൾ ചർച്ച ചെയ്തിരുന്നത് പോലെയുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അതായത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങൾ കൈമാറുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം ഇപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാധാരണ വിവരങ്ങൾ, ഇപ്പോൾ അവരുടെ അപേക്ഷ അല്ലെങ്കിൽ അവരുടെ മാർക്ക് ലിസ്റ്റ്, അവരുടെ മറ്റ് ട്രാക്ക് റെക്കോർഡുകൾ, ഇത് വെക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ വ്യക്തിഗത വിവരങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ആ വ്യക്തിഗത വിവരം എന്ന് പറയുമ്പോഴത്തേക്ക് പേഴ്സണലി ഐഡൻറ്റിഫയബിൾ ഇൻഫർമേഷനാണ്. അവരുടെ പേരുണ്ടാവും, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ് തുടങ്ങിയ കാര്യങ്ങളുണ്ടാകും, അവരുടെ അഡ്രസ്സ് ഉണ്ടാകും, പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ളതുണ്ടാകും. അങ്ങനെയുള്ള പേഴ്സണലി ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാകും. അതുകൂടാതെ അതിനോടൊപ്പം തന്നെ ആധാർ നമ്പറും ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. നമ്മളെപ്പോഴും, നമുക്കറിയാം, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് പോലും നമ്മളോട് മൊബൈൽ നമ്പർ ചോദിക്കുന്ന സമയത്ത് നമുക്കത് സ്കിപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അതെന്തുകൊണ്ടാണ്? മൊബൈൽ നമ്പറിനോട് ട്രാക്ക് ചെയ്താൽ തന്നെ കുറേയധികം ഇൻഫർമേഷൻ അതിൽ നിന്ന് തന്നെ കിട്ടാം. പിന്നെ അത് ദുരുപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ നിഷ്കളങ്കമെന്ന് തോന്നുന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പേഴ്സണലി ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ പോലും അതിനെ കച്ചവടം ചെയ്യുന്നതിനുള്ള സാധ്യതകൾ ഉൾപ്പെടെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആധാർ നമ്പർ അടക്കം വാങ്ങുന്ന സമയത്ത് എന്തിനാണ് അത് ക്യാപ്ചർ ചെയ്യുന്നത്? എന്താണ് ഇവരുമായിട്ടുള്ള കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെൻറ്റ് എന്നുള്ളത് പ്രധാനമാണ്. കാരണം നമ്മളൊരു ടെൻഡർ ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേയധികം കാര്യങ്ങൾ അതിൽ പറയും. ഇന്ന കാര്യങ്ങൾ ഉണ്ടാകണം, ഇത്ര പോലെ സ്കെയിൽ ചെയ്തിരിക്കണം, ഇത്ര ഡേറ്റ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, ഇതൊക്കെയാണ് നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി ക്ലോസുകൾ എന്തൊക്കെയാണ്, ഈ ഇൻഫർമേഷൻ ഇവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഉറപ്പിച്ച് ഒരു വിദ്യാർത്ഥി അവിടേക്ക് അഡ്മിഷൻ എടുക്കുകയും കേരള സർവകലാശാലയിൽ നിന്ന് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ ആധാർ നമ്പറും നേരത്തെ പറഞ്ഞ പോലെ PII, പേഴ്സണലി ഐഡൻറ്റിഫയബിൾ ഇൻഫർമേഷനും കൊടുക്കുമ്പോൾ ഇത് സുരക്ഷിതമായിട്ടാണ് കൈകാര്യം ചെയ്യുക എന്ന് അവൻ എങ്ങനെയാണ് ഉറപ്പിക്കുക? അവൻ്റെ കുടുംബം എങ്ങനെയാണ് അതിനെപ്പറ്റി ഉറപ്പിക്കുക? ഇതുമായി ബന്ധപ്പെട്ട ക്ലോസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിയണം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രി എന്തിനാണ് ഇത് ആവശ്യപ്പെടുന്നത്, വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗ്ഗങ്ങളില്ലേ, തുടങ്ങിയ കുറേയധികം കാര്യങ്ങളുണ്ട്. ഇനി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെ CDT പോലെയുള്ള സംവിധാനങ്ങളുണ്ട്, ഇൻഫർമേഷൻ കേരള മിഷൻ പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇവരൊന്നും തന്നെ ഹാൻഡിൽ ചെയ്യാതെ എന്തുകൊണ്ടാണ് ഒരു എക്സ്റ്റേണൽ ഏജൻസി വേണ്ടി വരുന്നത്? ഇനി അഥവാ ഒരു എക്സ്റ്റേണൽ ഏജൻസി വേണമെങ്കിൽ പോലും നല്ല ശക്തമായിട്ടുള്ള ട്രാക്ക് റെക്കോർഡുകളുള്ള കമ്പനികൾ ടെൻഡറിൽ പങ്കെടുത്തിരിക്കുന്ന ആൾക്കാരെ മറികടന്നുകൊണ്ട് എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിക്ക് ഇത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ വ്യക്തിഗത വിവരങ്ങൾ കൊടുക്കുക എന്നതിനോടൊപ്പം തന്നെ ടെൻഡറിംഗ് പ്രോസസ്സിൽ ഇല്ലാതിരുന്ന ഇവർക്ക്, പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം എന്ന് ചോദിക്കുന്നത് പോലെ, എപ്പോഴാണ് ഇവർ വന്നത്, ഈ പ്രോസസ്സിലേക്ക് എപ്പോൾ കടന്നു വന്നു, ആരുടെ താല്പര്യത്താൽ കടന്നു വന്നു, എന്തൊക്കെയാണ് ക്ലോസുകൾ, ഈ കാര്യങ്ങൾ പുറത്തു വരണം. അപ്പോൾ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങൾ ജസ്റ്റിഫൈഡ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് സമാനമായ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആരൊക്കെയാണ്? ASAP ഉണ്ട്, അല്ലെങ്കിൽ കേരള സർക്കാരുണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ട്, ഈ MKCL എന്ന് പറയുന്ന കമ്പനിയുണ്ട്. ഇതേ ആൾക്കാരൊക്കെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ, ആൾക്കാർ പറയുന്ന കംപ്ലയിൻറ്റ്സ്, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഫാക്റ്റ്, ഇതൊന്നും തന്നെ സർവകലാശാലകളെയോ സർക്കാരിനെയോ
ഒരു തരത്തിലും ഈ തരത്തിലുള്ള ഒരു പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നില്ല എന്ന് കരുതുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ഓർത്തും നമ്മുടെ നാട്ടിലുള്ള ഡേറ്റയുടെ പ്രൊട്ടക്ഷൻ തുടങ്ങിയ കുറേയധികം കാര്യങ്ങളെ ഓർത്തും അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡേറ്റ ഹാൻഡ്ലിങ്ങുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു പോളിസി നിർമ്മാണം സ്റ്റേറ്റിലും സെൻറ്ററിലുമില്ല. അതുമായി ബന്ധപ്പെട്ട കുറേയധികം പ്രപ്പോസലുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിനെ ക്രോഡീകരിച്ചുകൊണ്ട് ഇതായിരിക്കണം നമുക്ക് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഓൾ എൻകംപാസിങ് ഡിജിറ്റൽ പോളിസി എന്ന രീതിയിലത്തേക്ക് വന്നിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഡേറ്റ കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയല്ല എന്നുള്ളത് സർവകലാശാല മനസ്സിലാക്കേണ്ടതാണ്, സർക്കാർ മനസ്സിലാക്കേണ്ടതെന്നാണെന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.